വിജയ്ക്ക് മറ്റുള്ളവരെ പോലെ തന്നെ സുഹൃത്തുക്കളുണ്ട്. ചില സുഹൃത്തുക്കൾക്ക് വിജയുമായിട്ട് സംസാരിക്കണമെന്നുണ്ട്. So basically, I know Viju for quite some time now, and he is like family, and we're all. He's like my own. He's almost like my own brother, and there is something very simple. There's a lot of simplicity about Vijay that I really look up to, and he's extremely brotherly. He's been winning awards time and again, and I'm extremely proud to say that I'm associated with him and that he's my brother. And Viju, this is just the beginning. You're going to go places. Thank you. വിജു, രജനി സാറിന്റെ മകള് ധനുഷിന്റെ ഭാര്യ വളരെ വിലപ്പെട്ടൊരു സൗഹൃദമാണ്. ഒരുപക്ഷെ സാധാരണക്കാർക്കൊന്നും ആഗ്രഹിക്കാൻ കഴിയുന്നൊരു സൗഹൃദമല്ലേ അത്? ഈ പറഞ്ഞ പോലെ കുറെ അവാർഡ്സ് എനിക്ക് എന്താണ് കിട്ടിയത് ദർശനകാരനാണെന്ന് പറയുന്ന പോലെ ഇങ്ങനത്തെ കുറെ സൗഹൃദം കിട്ടിയത് തന്നെ ദർശനകാരനാണെന്ന് വേണമെങ്കിൽ പറയാം. ദർശന ഇൻഫാക്ട് ഐശ്വര്യമായിട്ട് ഇങ്ങനെ ഫേസ്ബുക്കിൽ ഇങ്ങനെ മെസ്സേജ് ചെയ്ത് അങ്ങനെ അവര് ധനുഷിന്റെ ഒരു ബർത്ത്ഡേക്ക് ഞങ്ങളെ ഇൻവൈറ്റ് ചെയ്ത് വളരെ കാഷ്വൽ ആയിട്ട്. ഇതിനു മുമ്പ് എനിക്ക് ധനുഷിനെ അറിയാം, വർക്ക് ചെയ്തിട്ടുണ്ട് കാതൽ കൊണ്ടേനും അങ്ങനത്തെ പടം. ദർശനയും ഐശ്വര്യം തമ്മിലുള്ള ബന്ധമാണ് നിങ്ങൾ തമ്മിലുള്ള സൗഹൃദത്തിലേക്ക് എത്തിച്ചത്. ഇനിഷ്യൽ തുടക്കം അങ്ങനെയാണ് ഇങ്ങനെ ഇത്രയും ക്ലോസ് ആയത് ഫേസ്ബുക്കാണ്. ഇൻ എ വേ ഫേസ്ബുക്ക് എന്ന് വെച്ചാൽ ഞങ്ങളൊരു ദർശൻ ഐഷു ഫസ്റ്റ് മൂത്ത മോനായിട്ട് പ്രഗ്നന്റ് ആയിരുന്ന സമയത്ത് ഒരു അവാർഡ് ഫംഗ്ഷൻ ഇങ്ങനെ കണ്ടപ്പോൾ ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുത്തു ഞാനാണ്. ഫേസ്ബുക്കിൽ ഇങ്ങനെ എന്നെ ആഡ് ചെയ്തപ്പോഴത്തേക്കും അപ്പൊ ദർശനേനും കൂടെ ആഡ് ചെയ്തില്ലെങ്കിൽ ശരിയാവില്ലല്ലോ എന്ന് വിചാരിച്ച് പുള്ളിക്കാരി ദർശന ആഡ് ചെയ്ത് ദർശനടുത്ത് ആദ്യം ഹലോ പറഞ്ഞ് അങ്ങനെ സംസാരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും അവർ ചാറ്റ് ചെയ്യാൻ തുടങ്ങി. ഒരു സുഹൃത്തും കൂടെ കാത്തിരിക്കുന്നുണ്ട്. ഇംഗ്ലീഷിലൊരു ചൊല്ലുണ്ട്, എ ഫ്രണ്ട് ടു ഓൾ ഇസ് എ ഫ്രണ്ട് ടു നൺ. എല്ലാവരുടെയും സുഹൃത്തായ ഒരാൾ സത്യത്തിൽ ആരുടെയും സുഹൃത്താവുന്നില്ല. ഒരു പക്ഷെ ആയിരിക്കാം. പക്ഷേ വിജുവിന്റെ കേസിൽ ഇത് തെറ്റാണ്. വിജു ക്യാൻ ബി എ ഫ്രണ്ട് ടു ഓൾ. വിജുവിന് വളരെ യുണീക്ക് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ്. ഇത്രയും വ്യത്യസ്തമായ ആളുകളുമായിട്ടുള്ള ഈ ഫ്രണ്ട്ഷിപ്പ് എങ്ങനെ ഇത്രയും അനായാസമായി കൊണ്ടു നടത്താൻ പറ്റുന്നു? വിജയ്, വലിയൊരു കോംപ്ലിമെന്റ് തന്നിരിക്കുന്ന. താങ്ക് യു നരേൻ. അതെങ്ങനെ എന്ന് ചോദിച്ചാല് ഒരു ഫിലോസഫി അതിന്റെ പുറകിലുണ്ടോന്നൊക്കെ ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ I'm kind of like an open book to all. And എന്റെ ക്ലോസസ്റ്റ് ഫ്രണ്ട്സ് ഇപ്പൊ കൊച്ചിലെ തൊട്ട് എന്റെ എല്ലാവരുടെ കൂടെ അടിച്ചു പൊളിക്കൂ. I find time for എന്താണ് അതിന്, because I feel like those are very important things. നമുക്ക് ഇവൻച്വലി ഇപ്പൊ ഒരു എന്താ പറയുക ഒരു കടം വീട്ടാനോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യത്തിന് വേണ്ടിയല്ല. എന്റെ ഒരു പോളിസി എന്ന് വെച്ചാൽ ഞാൻ ആരുടെ അടുത്തുനിന്ന് ഞാൻ ഒരിക്കലും കടം മേടിക്കില്ല. എന്റെ അച്ഛൻ്റെ അടുത്തും പോലും ഞാൻ ഇതുവരെ ചോദിച്ചിട്ടില്ല. തരുന്നത് അങ്ങനത്തെ കൊടുക്കുവോ? അത് ഞങ്ങൾ തമ്മിലൊക്കെ കുറച്ച് കോമൺ ആയിട്ടുള്ള കാര്യമാണ്. പക്ഷെ കടം നല്ല ഞാൻ ചോദിക്കാൻ പോകുന്നില്ല വിജയ്. ഐ ഹെൽപ്പ് ഔട്ട് എ ലോട്ട്. എന്ന് വെച്ചാൽ നമുക്ക് പറ്റുന്ന സമയത്തൊക്കെ അല്ലെങ്കിൽ ഈവൻ ചിലപ്പോൾ പറ്റാത്ത സമയത്തൊക്കെ പോലും മറ്റൊരാളുടെ അല്ലെങ്കിൽ സാധാരണ ഒരു കഷ്ടപ്പെടുന്ന ഒരാളുടെ സ്ട്രഗിൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്ട്രഗിൾ വെച്ച് നോക്കുമ്പോൾ ഒന്നുമല്ല. നമ്മൾ പിന്നെയും അടുത്ത മാസം പിന്നെയും ചിലപ്പോൾ അതിനെക്കാട്ടിലും ചിലപ്പോൾ ഏൺ ചെയ്യുന്നു വരും. വിജയ്, ഈ സൗഹൃദം എന്ന് പറയുന്നത് ഇപ്പം ചെറുപ്പമാണല്ലോ വിജയ്. താങ്ക് യു. ഇവരുടെ അത്രയൊക്കെ ചെറുപ്പമല്ല. അതെ, സൗഹൃദത്തിൽ ഒരുപാട് ആഹ്ലാദ മുഹൂർത്തങ്ങൾ ഉണ്ടാകും. പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ പാർട്ടിയിങ്, അതിന്റെ മെറി മേക്കിങ് കാര്യങ്ങൾ, യാത്ര, ഫണ്ണ് എല്ലാം ഉണ്ടാവും. ഒരുപക്ഷെ അപ്പയൊക്കെ സ്വീകരിച്ചിരുന്ന വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഡിസിപ്ലിൻ നിന്ന് അല്പം മാറിയിട്ടാണോ വിജയ്? അപ്പയുടെ ലൈഫ് അല്ലെങ്കിൽ അങ്ങനെ കൊണ്ടുപോയിട്ടുള്ള രീതി എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ ഞങ്ങള് അതൊക്കെ കണ്ടു തന്നെ വളർന്നു. സോ ഒരിക്കലും ഞങ്ങൾ ഭക്ഷണ പദാർത്ഥങ്ങള് പാനീയങ്ങൾ തിരഞ്ഞെടുക്കുന്നതിൽ പോലും കാർക്കശ്യമുണ്ട് വിജയിക്കേണ്ടത്. വെരി മച്ച്. ഞാൻ അത്രയും സ്ട്രിക്റ്റ് അല്ല. ഐ കൻ സേ ദാറ്റ് ഓപ്പൺലി. എന്ന് വെച്ചാൽ എനിക്ക് അപ്പയുടെ ടൈപ്പ് ഓഫ് ഒരു ടെക്സ്ചറാണ് വോയിസിൽ. എന്നാൽ പിന്നെ ബോഡി മെറ്റാബോളിസം അല്ലെങ്കിൽ ഇറ്റ് ഓൾ കംസ് ഇൻ ടു പ്ലേ. നമ്മുടെ വോക്കൽ ഇതിൽ ഇറ്റ് ഓൾ കംസ് ഇൻ ടു പ്ലേ. നമ്മള് ചില സിംഗേഴ്സിനൊക്കെ നല്ലപോലെ ഐസ് വാട്ടർ ഒക്കെ കുടിച്ചിട്ടൊക്കെ പാടാൻ പറ്റുന്നതാണ്. ആ ടെക്സ്ചറിന് അത് ഓക്കെയാണ്. പക്ഷെ അത് വെച്ച് നോക്കുമ്പോൾ ഞാനും അപ്പയുടെ ഇതിൽ വളരെ സിമിലർ ആണ്. എന്താ പക്ഷേ ഐ എം ട്രൈങ് ടു ജസ്റ്റ് കീപ് മൈ സെൽഫ് നോട്ട് ടു സെൻസിറ്റീവ്. അപ്പയ്ക്കെന്ന് പറഞ്ഞാൽ അപ്പൊ ഹൈലി സെൻസിറ്റീവ് ആണ്. അത്രയും ഒരു ലെവലാണ്. പക്ഷെ അതുകൊണ്ടുള്ള ഗുണങ്ങളുണ്ട്, ഇല്ലാന്നല്ല. അമേരിക്കയിൽ വെള്ളമല്ല കുടിക്കുക, ഐസ കുടിക്കുക. അതെ അതെ. ഇത്രയും ഐസ് എനിക്ക് പക്ഷെ ഐസ് ഇട്ട് കുടിക്കുക. ഐ ക്യാൻ നെവർ ഡ്രിങ്ക്. എന്താണ് ഐസ് ഇട്ടിട്ട് കുടിച്ചു കഴിഞ്ഞാൽ ഒരു സന്തോഷത്തിന് വേണ്ടി ഒന്ന് ടോസ്റ്റ് ചെയ്യാറുണ്ട്. ഞാൻ ഐ ഡോണ്ട് ഡ്രിങ്ക് സ്മോക്ക് എനിത്തിങ്. ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല. സോ ദാറ്റ് ഈസ് വൺ തിങ്. അപ്പോ അതൊരു
എന്താ പറയാ അപ്പയടുത്തുനിന്ന് അല്ലെങ്കിൽ ആ ഒരു ഞങ്ങളെ ഞങ്ങൾ ആരും ഒരു സ്മോൾ അടിച്ചെന്ന് പറഞ്ഞാല് ദാസേട്ടൻ എങ്ങനെയായിരിക്കും പെരുമാറുക? എനിക്കറിയാം ആ രൂപം അങ്ങനെയാണ്. അത് ഞാൻ ചിന്തിക്കാറും പോലും ഇല്ല. എന്റെ പറഞ്ഞ പോലെ ഫ്രണ്ട്സ് ഒക്കെ ചോദിച്ചിട്ടില്ല എന്നും പറയാൻ പറ്റില്ല. പക്ഷെ അവര് ജസ്റ്റ് ഒരു ഫണ്ടിന് കമൺ ഒരു ആശ നമുക്ക് എങ്ങനെയെങ്കിലും. പക്ഷെ ഒന്നാമത് ഞാൻ എന്റെ വീട്ടിൽ ഞാനത് അലോ ചെയ്യാറില്ല. സോ അത് ഫസ്റ്റ് തിങ്. അത് ഞാൻ അപ്പനെ പോലെ തന്നെ അത് ഫോളോ ചെയ്തോണ്ടിരിക്കുന്ന. പാർട്ടിയിലൊക്കെ പോകുമ്പോൾ ആരെങ്കിലും ഒന്നോ ചെറുതായിട്ട് ഒരു ഓറഞ്ച് അങ്ങനെ ഒന്നാമത് ഞാൻ മറ്റേടത്തുനിന്ന് അതും പഠിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. മറ്റേടത്തുനിന്ന് ഞാൻ ഒരു ഓപ്പൺ ഗ്ലാസോ എന്താണ് അങ്ങനെ ഒന്നും എടുക്കൂല. ഞാനായിട്ട് വല്ല കോക്കോ സ്പ്രൈറ്റ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ എടുക്കുകയാണെങ്കിൽ അത് ഐസ് ഇല്ലാണ്ട് എടുക്കുന്നുള്ളതല്ലാണ്ട് അതിന് കുറച്ച് ഓഫ്കോഴ്സ് ഇപ്പൊ നാളെ റെക്കോർഡിംഗ് ഉണ്ടെങ്കിൽ നാളെ പ്രോഗ്രാംസ് ഒക്കെ അടുപ്പിച്ചൊക്കെ കുറെ ഉണ്ടെങ്കിൽ ഐ സ്റ്റേ അവേ ഫ്രം ഈവൻ ഇറ്റ് ബീങ് ചിൽഡും പോലും. പക്ഷെ ഫുഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പയ്ക്ക് വളരെ സ്ട്രിക്റ്റ് ആണ് ഫുഡിന്റെ കാര്യത്തിൽ, എന്ത് കഴിക്കണം എന്നും പോലും. ഞാൻ അതിൽ കുറച്ച് ലീനിയന്റ് ആണ്. കുറച്ച് വിട്ട് എക്സസൈസ് ചെയ്യോ? കുറെ എക്സസൈസ് ചെയ്യും. നല്ല ഫിറ്റ് ആയിരിക്കും വിജയ്. താങ്ക് യു. മെയിൻറ്റെയിൻ സിനിമയിലൊക്കെ ഇനി അഭിനയിക്കാവുന്നതാണ്. അത് മാത്രം നടക്കില്ല. എവിടെയൊക്കെ ഒന്ന് ഒരു കൈ അത് കാണിക്കരുത് പ്ലീസ്. നളിനങ്ങളെ ശയനഗേഹം തിരയുകയാണോ മൃദുല മഞ്ജുള മോഹങ്ങളെ. ഈ പരീക്ഷ ഇനി തുടരുമോ? എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ലാന്നൊന്നുമില്ല. പക്ഷെ ഇങ്ങനെയല്ല, എന്തായാലും തുടരുകയാണെങ്കിൽ നല്ല എന്താണ് ഇതിപ്പോ ജസ്റ്റ് മോർ ലൈക്ക് എ ക്യാമിയോ റാദർ ദാൻ ഒരു ഫുൾ ഫ്ലെജ് റോൾ. അതൊരു സിംഗറിന്റെ തന്നെ ആയതുകൊണ്ട് ഞാൻ ശരിക്കും ആക്ട് എന്താ പറയാ എക്സ്പ്രഷൻ തന്നെ നമ്മളൊരു വേറൊരു ക്യാരക്ടർ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്തെങ്കിലും ട്രൈ ചെയ്യേണ്ട ആവശ്യം വരുള്ളൂ. ഇതിപ്പോ നല്ല സംവിധായകന്മാർക്ക്, സിനിമാ സംവിധായകന്മാർക്ക് ഈ ഒരു വേണ്ട അങ്ങനത്തെ ഒന്നും കൂടി അങ്ങനത്തെ ഒരു ഓപ്ഷൻ കൊടുക്കണ്ട, പരീക്ഷ വെക്കാവുന്നതാണ്. വിജയ് എങ്ങനെ വിജയനെ പൊസിഷൻ ചെയ്യുന്നത്? അതായത് ഒരു മ്യൂസിക് കമ്പനി, ഒരു ഇവന്റ് മാനേജ്മെന്റ് കമ്പനി. ഇറ്റ്സ് ജസ്റ്റ് സ്റ്റാർട്ടിംഗ് സ്റ്റേജ്. അത് ഞാൻ ആദ്യത്തെ ഒരു ഇവന്റ് ഇപ്പൊ ഞങ്ങൾ ചെന്നൈയിൽ അതൊരു ചാരിറ്റബിൾ, എനിക്കൊരു വളരെ ആഗ്രഹം ഉണ്ടായിരുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ എന്റെ അടുത്ത് വിജയേഷ്ദാസിന്റെ അടുത്ത് നിന്ന് കുറച്ച് ഹെൽപ്പ് വേണമെന്നും പറഞ്ഞ് നേരിട്ട് വരുന്ന, അല്ലെങ്കിൽ ദാസേട്ടനെ കിട്ടാൻ പറ്റാണ്ട് അല്ലെങ്കിൽ എന്റെ അടുത്ത് വരുന്ന കുറെ പേരുണ്ട്. അവരെ എന്റെ ഫൈനാൻഷ്യൽ ഇൻകം കൊണ്ട് എനിക്ക് നേരിട്ട് എന്റെ പോക്കറ്റിൽ നിന്ന് എടുത്ത് എപ്പോഴും ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല. കുറച്ച് ചെറിയ അമൗണ്ട്സ് ഒക്കെയാണ് ഓക്കെ. ഇങ്ങനെ ഇവന്റ് കമ്പനി ലോഞ്ച് ചെയ്തപ്പോൾ തന്നെ എന്റെ മെയിൻ ആഗ്രഹം എന്ന് വെച്ചാൽ ഇറ്റ്സ് നോട്ട് കുറെ പൈസ ഉണ്ടാക്കാൻ വേണ്ടി എനിക്ക് എന്താണ് എന്റെ ഇതിനു വേണ്ടിയാണ്. അത് എന്റെ പ്രൊഫഷൻ ഇസ് ഗിവിംഗ് മീ മോർ ദൻ എനഫ്. പക്ഷെ ടു ഹെൽപ്പ് പീപ്പിൾ ഐ വോണ്ട് this event company is mainly for that, to do events where at least 50-60% of the funds ദാസേട്ടന്റെ ഒരു ലെഗസി പിന്തുടരുകയും കൂടി ചെയ്യാം അതുകൊണ്ടൂടെ. I mean എനിക്ക് എന്നാൽ പറ്റുന്ന രീതിയിൽ, അല്ലാണ്ട് ഇറ്റ്സ് നോട്ട് അപ്പ ചെയ്യുന്ന സോഷ്യൽ വർക്ക് ഇസ് സംതിങ്. വിജയ്, നമ്മുടെ സംഭാഷണം ഇങ്ങനെ നീണ്ടുപോകുന്നു എന്ന് നമ്മുടെ കൺട്രോൾ റൂം പറയുന്നു. ഒരുപക്ഷെ നമ്മൾ സമയം പോയത് അറിഞ്ഞില്ല. തീർച്ചയായിട്ടും ഇറ്റ് വാസ് വെരി ഇൻട്രസ്റ്റിംഗ്. എനിക്കൊന്ന് വിജയ് വേണം 2-3 മണിക്കൂർ ഇന്ന് വേണം സംസാരിക്കുക. അതുപോലെ എത്തി. ദർശനയുടെ കൂടെ പോലും ഇത്രയും സമയം ചെലവഴിക്കാറില്ല. അതാണ് എപ്പോഴും എല്ലാ ഭാര്യമാരും പറയുന്ന ഒരു കംപ്ലൈന്റ് അല്ലേ. പക്ഷെ ഇറ്റ്സ് നോട്ട് ദാറ്റ് ഐ വാണ്ട് ടു. പക്ഷെ ദർശനയ്ക്ക് നല്ലൊരു ജീവിതം കൊടുക്കാൻ വേണ്ടി ഞാൻ അങ്ങനെ സ്പിരിറ്റിന്റെ ആ പാട്ട്, മഴ കൊണ്ടുള്ള ആ പാട്ട് പാടി നമുക്ക്. തീർച്ചയായിട്ടും. നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി ഫോർ ഹാവിംഗ് മീ. ആൻഡ് ജോൺ സർ, ഇറ്റ്സ് ഓൾവേസ് എ പ്ലഷർ മീറ്റിംഗ് യു. ആൻഡ് സെയിം വിജയ്. ഞാനിങ്ങനെ ഈ പറഞ്ഞ പോലെ ഇവിടെ വരുമ്പോ ലോട്ട് ഓഫ് തിങ്സ് നമുക്ക് സംസാരിക്കണം എന്നാഗ്രഹം. ഈ പറഞ്ഞ പോലെ ഇനിയും കുറെ 2-3 മണിക്കൂർ വേണമെങ്കിൽ കുറെ സംസാരിക്കാം. പക്ഷെ എല്ലാത്തിന്റെ ഒരു ലിമിറ്റ് ഉള്ളതുകൊണ്ട് താങ്ക് യു സോ മച്ച്. ആൻഡ് താങ്ക് യു ടു കൈർലി ഓൾസോ. സോ കേൾക്കാം നമുക്ക് പാട്ട്. മഴ കൊണ്ടു മാത്രം മുളയ്ക്കുന്ന വിത്തുകൾ ചിലതുണ്ട് മണ്ണിൻ മനസ്സിൽ. പ്രണയത്തിനാൽ മാത്രമെരിയുന്ന ജീവന്റെ തിരികളുണ്ടാത്മാവിനുള്ളിൽ. മഴ കൊണ്ടു മാത്രം മുളയ്ക്കുന്ന വിത്തുകൾ ചിലതുണ്ട് മണ്ണിൻ മനസ്സിൽ. പ്രണയത്തിനാൽ മാത്രമെരിയുന്ന ജീവന്റെ തിരികളുണ്ടാത്മാവിനുള്ളിൽ.